നമസ്കാരം. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ഞങ്ങളെ ശക്തരാക്കുവിൻ. എല്ലാവർക്കും മെയ് ദിനാശംസകൾ. ഇന്ന് സാർവദേശീയ തൊഴിലാളി ദിനമാണെന്നാണ് സഖാക്കൾ പറയുന്നത്. ഈ സാർവദേശീയ തൊഴിലാളി ദിനത്തിൻ്റെ ഒരു ചരിത്രമൊന്ന് പരിശോധിച്ചാൽ ഒരല്പം രസകരമാണ് കാര്യങ്ങൾ. കാരണം ഷിക്കാഗോയിലെ ഹേവർത്ത് എന്നൊരു മാർക്കറ്റിൽ, ചന്തയിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതും 1886 ഈ സ്പിന്നിങ് മില്ല് പോലുള്ള അല്ലെങ്കിൽ ഹേ മാർക്കറ്റുകൾ, ഈ വൈക്കോൽ നിർമ്മാണം, അതിനുള്ളൊരു മെഷീനറിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന വലിയൊരു ഫാക്ടറിയിൽ ജോലി സമയം 8 മണിക്കൂറാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്നൊരു പ്രക്ഷോഭം, ഒരു സമരം തന്നെ. മെയ് 1-ാം തീയതി 1886 മെയ് 1-ാം തീയതി തുടങ്ങി. മെയ് 3-ാം തീയതി ഒരു ജാഥയോ പ്രതിഷേധ റാലിയോ ഒക്കെ സംഘടിപ്പിച്ച് ആദ്യം ശാന്തമായി തുടങ്ങി, ഒടുവിൽ സംഘർഷഭരിതമായി, ബോംബേറുണ്ടായി, പോലീസ് വെടിവെപ്പുണ്ടായി. ഇതെല്ലാം പുറത്തു വന്ന വാർത്തകൾ പുറത്തുവിട്ടത് ഒരു ഇടതുപക്ഷ ചായ്വുള്ള പത്രങ്ങളാണ്. ഇതിലൊരു തമാശ എന്ന് പറഞ്ഞാൽ, പോലീസുകാർ വെടിവെച്ചു ഈ സമരക്കാർക്ക് നേരെ. മരിച്ചത് 5 പോലീസുകാർ, 4 സമരക്കാർ കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. തുടർന്ന് പ്രക്ഷോഭങ്ങളുണ്ടായി, ഒരു ബോംബേറുണ്ടായി. അതിൻ്റെ പേരിൽ തന്നെ നിരവധി തൊഴിലാളി നേതാക്കളെയും ഈ പ്രതിഷേധക്കാരെയും ഈ സംഘർഷങ്ങളിൽ ഉൾപ്പെട്ടവരെയും പോലീസ് പിടികൂടി വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു. ആ വിചാരണ തന്നെ വളരെ പ്രഹസനമായിരുന്നു എന്നുള്ളൊരു ആരോപണം വന്നു. എന്തായാലും ആത്യന്തികമായി ലോകമാകമാനം 8 മണിക്കൂർ ജോലി സമയം എന്നുള്ളത് നിജപ്പെടുത്തുവാനുള്ളൊരു കാരണമായി ഈ ഹേവർത്ത് മാർക്കറ്റ് അഫെയർ എന്ന് പറയും ഇതിന്. മെയ് 1, 1886 തുടങ്ങിയ ഈ ഒരു സംഭവത്തെ, അതുകൊണ്ടാണ് അതിന് കാരണമായത് ഈ ഹേവർത്ത് മാർക്കറ്റ് അഫെയർ ആണ്. അതുകൊണ്ട് തന്നെയാണ് സാർവദേശീയ തൊഴിലാളി ദിനമായി മെയ് 1 ആചരിക്കുക എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ തൊഴിലാളി ദിനം, കാര്യം 8 മണിക്കൂർ ജോലി സമയം എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ അവകാശമായി തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ്. അത് നിജപ്പെടുത്തുവാൻ സഹായിച്ചൊരു സംഭവവും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആ സംഭവം എങ്ങനെ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രശ്നം. ആരുപയോഗിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഉപയോഗിച്ചത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്നുള്ളതാണ് തൊഴിലാളികളെ സംബന്ധിച്ച് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ലോകമാകമാനം കമ്മ്യൂണിസം എന്നുള്ളൊരു ആശയം പരാജയപ്പെട്ടൊരാശയമാണ്. ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ കമ്മ്യൂണിസം ഉണ്ടായി വന്ന റഷ്യ തന്നെ അതിനെ എടുത്ത് ദുർഗന്ധം വമിക്കുന്ന ഒരു വസ്തുവായി ഓടയിൽ ഉപേക്ഷിച്ചതാണ്. പക്ഷേ ആ ഓടയിൽ ഉപേക്ഷിച്ച മലിനജലം ഒഴുകി കേരളത്തിലെത്തിയപ്പോൾ അത് ഈ പറയുന്നത് പോലെ റഷ്യയിൽ നിന്ന് വന്ന പുണ്യ തീർത്ഥമായി ഇവിടെയുള്ള ആളുകൾ സ്വീകരിച്ച് അതിന് ഒരു പ്രചാരം നൽകി കേരള മനസാക്ഷിയുടെ ഉള്ളിലേക്ക് കമ്മ്യൂണിസം എന്നുള്ളൊരാശയം ആഴത്തിൽ പതിപ്പിച്ച് ജോലി ചെയ്യാൻ മടിയുള്ളവരാക്കി കേരള സമൂഹത്തെ മാറ്റി. അതാണ് ആത്യന്തികമായി ഉണ്ടായത് ഒരു ഗുണം കമ്മ്യൂണിസം കാരണം. ഭാരതം മുഴുവൻ ഒരു കാലഘട്ടത്തിൽ ഇത് പടർന്നു പിടിക്കുമെന്നുള്ളൊരവസ്ഥയിലാണ് നെഹ്റു ആകെ ചെയ്തൊരു നല്ല കാര്യം. സോഷ്യലിസം ഞാൻ മുൻപേ ഭാരതത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്നുള്ള രീതിയിൽ ഇവരെ പ്രതിരോധിച്ചു. പക്ഷേ അതുകൊണ്ടുണ്ടായ ദോഷം മറ്റൊരു ഭാഗത്തുണ്ട്. അത് മറ്റൊരവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. സോഷ്യലിസവും കമ്മ്യൂണിസം പോലെ തന്നെ കലുഷിതമായിട്ടുള്ളൊരാശയമാണ്. പക്ഷേ കമ്മ്യൂണിസമാണ് ഇപ്പോൾ ഭാരതം നേരിടുന്ന, പ്രത്യേകിച്ച് കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ മെയ് ദിനമെന്നുള്ള പ്രഹസനം അടിസ്ഥാനപരമായിട്ട് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, അതായത് കേരളത്തിലെ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ഞങ്ങൾ നേതാക്കളെ ശക്തരാക്കുവിൻ. ഇതിനെ ആംഗലേയത്തിൽ വളരെ സരളമായി പറഞ്ഞാൽ കീപ് ദം പുവർ, സ്റ്റേ ഇൻ പവർ. അവരെ പാവങ്ങളാക്കി തന്നെ നിർത്തിക്കൊണ്ട് നമുക്ക് അധികാരത്തിൽ പാവനമായിട്ടുള്ള പടികൾ കയറി ഇരിക്കാം. അധികാരപ്പടികൾ കയറി നമുക്കിരിക്കാമെന്നുള്ളത് ആണ് ഒരു ഏതാണ്ടൊരു തർജ്ജിമയായിട്ട് പറയാവുന്നത്. കീപ് ദം പുവർ, സ്റ്റേ ഇൻ പവർ. അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയം. ഒരു സംശയവും വേണ്ട. ഏതെങ്കിലും തരത്തിൽ ഇതിൽ സംശയം തോന്നുന്നവർ കേരളത്തിലെ തന്നെ തൊഴിലാളി സമരങ്ങളുടെ ഒരു ചരിത്രമൊന്ന് പരിശോധിച്ചാൽ മതി. അതും കണ്ണൂരിലെ തൊഴിലാളി സമരങ്ങളുടെ ചരിത്രം പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും. സ്പിന്നിങ് മില്ലുകൾ നിരവധി ഉണ്ടായിരുന്ന ഒരു കോയമ്പത്തൂരിനേക്കാളും മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി കേരളത്തിൽ കൊണ്ടുവരുവാൻ പ്രാപ്തിയുള്ള തരത്തിലുള്ള ഒരു പ്രദേശമായിരുന്നു കണ്ണൂർ. കണ്ണൂരിലെ സ്പിന്നിങ് മില്ലുകൾ തൊഴിലാളി സമരങ്ങൾ കൊണ്ട് സ്പിന്നിങ് മില്ലുകൾ ഓരോന്നായി പൂട്ടിച്ച് തൊഴിലാളികളെ വഴിയാധാരമാക്കി മുതലാളിമാർ കോയമ്പത്തൂരിൽ പോലുള്ള സ്ഥലങ്ങൾ നോക്കി പലായനം ചെയ്ത് അവിടെ സ്പിന്നിങ് മില്ലുകൾ സ്ഥാപിച്ച് അതേ സ്പിന്നിങ് മില്ലുകൾ തന്നെ കൂടുതൽ
ലാഭകരമായി നടത്തിക്കൊണ്ടുപോയി അവിടെയുള്ള തൊഴിലാളികൾക്ക് പ്രയോജനം നൽകി ആ പ്രദേശത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി തന്നെ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോയപ്പോൾ കണ്ണൂരിൽ ഇപ്പോഴും പ്രേതാലയങ്ങൾ പോലെ അടഞ്ഞു കിടക്കുന്ന ഫാക്ടറികൾ, നിരവധി സ്പിന്നിങ് മില്ലുകളും മറ്റ് ഫാക്ടറികളും നിങ്ങൾക്ക് കാണാം. കേരളമൊട്ടാകെ കാണാം. ഈ അടുത്ത കാലത്ത് തന്നെ കിറ്റെക്സിനുണ്ടായ ഒരു ദുരനുഭവം പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. കാരണം കിറ്റെക്സ് പോലൊരു സ്ഥാപനത്തിന് ഏതാണ്ടൊരു 10,000-10,000 പേർക്ക് തൊഴിൽ നൽകുവാൻ ശേഷിയുള്ളൊരു സ്ഥാപനത്തിന് അതിന് മുതൽ മുടക്കുവാൻ യാതൊരു മടിയുമില്ലാത്തൊരു മുതലാളി ശത്രുവാണല്ലോ, വർഗശത്രുവാണല്ലോ, മുതലാളിയെ കൊടികുത്തി പലായനം ചെയ്യിപ്പിച്ചൊരവസ്ഥ. ആന്തൂർ നഗരസഭയിലെ സാജനായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവി തന്നെ വന്നൊരു വർക്ക്ഷോപ്പ് തുടങ്ങിയാൽ പോലും അവിടെ കൊണ്ട് കൊടികുത്തി അത് മുടക്കിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായാലും തൊഴിലാളി പ്രവർത്തനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൊഴിലാളികൾ സംഘടിക്കുവാനുള്ള അവകാശവും ഭരണഘടന തന്നെ അവർക്ക് നൽകുന്നുണ്ട്. ലേബർ ആക്ട് തന്നെ നൽകുന്നുണ്ട്. 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം. ഈ 8 മണിക്കൂർ തൊഴിലിൻ്റെ ഇടയിലാണ് ഈ തൊഴിലാളി സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ തൊഴിലോ എന്ന് ചോദിച്ചാൽ അത് ചോദിക്കാൻ പാടില്ല. പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറയുന്നത് പോലെ തൊഴിലാളി സംഘടനയെ ചോദ്യം ചെയ്യാൻ പാടില്ല. തൊഴിലാളി സംഘടന സമരം ചെയ്യാൻ പറഞ്ഞാൽ സമരം ചെയ്തു കൊള്ളണം. ഈ തൊഴിലാളി സംഘടനയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ കാര്യവും അതുതന്നെയാണ് കേട്ടോ. ചോദ്യങ്ങൾ ഉയർത്തുവാനുള്ള അവകാശങ്ങൾ അവർക്കില്ല. സമരം ചെയ്യാൻ പറഞ്ഞാൽ സമരം ചെയ്തു കൊള്ളുക. നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം പാർട്ടി ബക്കറ്റ് പിരിവ് നടത്തി നിങ്ങളുടെ വീട്ടിലേക്കുള്ള അരിയും സാമാനങ്ങളും, ഒരു നേരത്തെ അരി വയ്ക്കുവാനുള്ള അല്ലെങ്കിൽ ചോറ് വയ്ക്കുവാനുള്ള സാധനങ്ങൾ കുറച്ച് കാലത്തേക്കെങ്കിലും പാർട്ടി തരും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പെരുവഴിയാവും. കണ്ണൂരെ തൊഴിലാളികൾ പെരുവഴിയായതുപോലെ. ഇതിൽ നിന്ന് ഇനി അവരെ സംരക്ഷണം പാർട്ടി ഏറ്റെടുക്കില്ല എന്ന് ചോദിച്ചാൽ പലരുടെയും സംരക്ഷണം ഏറ്റെടുക്കും. അതെന്തിനാണ്? അവരോടുള്ള സ്നേഹം കൊണ്ടാണോ? തൊഴിലാളി സ്നേഹം കൊണ്ടാണോ? അല്ല. ഈ ഒരു അടിമത്ത മനോഭാവം അവരിൽ വളർത്തിയെടുക്കാനാണ്. കാരണം സ്വന്തമായി അധ്വാനിച്ച് പണം സമ്പാദിച്ച് അവൻ്റെ ജീവിതത്തിൽ പടിപടിയായി അവൻ മുന്നേറിയാൽ പാർട്ടിയുടെ അടിമത്തം എന്നുള്ളൊരു ആശയം പൂർണ്ണമായും അവന് ഉപേക്ഷിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അതുണ്ടാവാതെ ഇരിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? അവൻ്റെ തൊഴിൽ ആദ്യം നശിപ്പിക്കുക. അവൻ്റെ മുന്നിലുള്ള ഏക വരുമാന മാർഗം, അല്ലെങ്കിൽ അവൻ്റെ കുടുംബം കഴിഞ്ഞു പോകുവാനുള്ള ഏക മാർഗം പാർട്ടിയുടെ നിന്നുള്ള സഹകരണങ്ങളാണ്, അല്ലെങ്കിൽ സഹായമാണ്. ബക്കറ്റ് പിരിച്ചുള്ള പണമായിട്ടും മറ്റെന്തെങ്കിലും തരത്തിലുള്ള അരിയായിട്ടോ സാധന സാമഗ്രികളായിട്ടോ പാർട്ടി എത്തിക്കുന്ന ദയാവായ്പാണ് അവൻ്റെ കുടുംബം മുന്നോട്ട് പോകുവാനുള്ള ഏക മാർഗമെന്നുള്ളൊരവസ്ഥ ഉണ്ടാക്കുക. അതിൻ്റെ ഒരു പരിണാമം തന്നെയാണ് ഈ കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ടെമ്പററി ജോലി, കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ, കരാറടിസ്ഥാനത്തിൽ ജോലി നൽകി ഓരോ വർഷവും കരാർ പുതുക്കി ആളുകളെ നിലനിർത്തുന്നൊരു പ്രക്രിയ ഉണ്ടല്ലോ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ക്രിയാത്മകമായിട്ടും വളരെ സജീവമായിട്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ആ ജോലി തനിക്ക് വേണമെന്നുള്ള ഒരു കൊതിയിൽ അല്ലെങ്കിൽ ആഗ്രഹത്തിൽ ഈ വ്യക്തി പാർട്ടിയുടെ അടിമയായി തന്നെ കിടന്നോളും. ആ വ്യക്തിയുടെ കുടുംബം ആ വ്യക്തിയിലൂടെ തന്നെ പാർട്ടിയുടെ അടിമകളായി കിടന്നുകൊള്ളും. വോട്ട് ബാങ്കായി അവർ കിടന്നുകൊള്ളും. അവരെ കുടുംബശ്രീയിൽ പോലും ജോലി ചെയ്യുന്ന സ്ത്രീകളെ പാർട്ടിയുടെ പ്രകടനങ്ങൾക്ക് വന്നില്ലെങ്കിൽ നാളെ മുതൽ ജോലിയില്ല എന്നുള്ള ഭീഷണികൾ മുഴക്കി ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് കൊണ്ടുവരുന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്ത പ്രായോഗിക പ്രയോഗം നാം കണ്ടിട്ടുള്ളതാണ് കേരളത്തിൽ. അത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്കാണ് തൊഴിലാളികളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, സർവ്വരാജ്യ തൊഴിലാളികൾ സംഘടിക്കുക എന്നവർ പറയുന്നത് ഇവരുടെ ശക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ തൊഴിലാളി സ്നേഹം കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ മെയ് ദിനം എന്നുള്ള ഈ ദിനം ഒരു പ്രഹസന ദിനം മാത്രമാണ്. ആശംസകൾ എന്നുള്ളത് ഒരു അവധിയുടെ പേരിൽ വേണമെങ്കിൽ നേരാമെന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഭാരതത്തിലെ തൊഴിലാളികൾക്ക് യാതൊരു പ്രയോജനവുമില്ല. ഇപ്പോൾ വി-ഗാർഡിൻ്റെ ഫാക്ടറികളിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് കൊടിയും പിടിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ആകെയുള്ളൊരു സമാധാനം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ, ഈ ഫാക്ടറികളെല്ലാം പ്രവർത്തിക്കുന്നത് നോയിഡയുടെ ബെൽറ്റിലാണ്, നോയിഡ യോഗിയുടെ ഭരണത്തിൻ്റെ കീഴിലാണ്. ഒരു പരിധി വിട്ട അവസ്ഥയിലേക്ക് ഇത്തരത്തിലുള്ളൊരു സമരം നോയിഡയിൽ പോയപ്പോൾ തന്നെ അടിച്ചൊതുക്കി അതുമായി ബന്ധപ്പെട്ട് കുഴപ്പങ്ങളുണ്ടാക്കാൻ ശ്രമിച്ച അർബൻ നക്സൽസിനെ തൂത്തുവാരിയെടുത്ത് അകത്തിട്ടിട്ടുണ്ട്. അതുപോലുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരുന്നുണ്ട്. MA ബേബി ഉൾപ്പെടെ ഉള്ളവർ തത്വം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവിടെ സമരം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. വി-ഗാർഡിനെ എങ്ങനെയെങ്കിലും പൂട്ടിക്കുക, അല്ലെങ്കിൽ വി-ഗാർഡുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടത്തുവാനുള്ള വഴി തുറക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം കൂടിയാകാം ഇത്. കാരണം അടിസ്ഥാനപരമായിട്ട് കണ്ണൂരിലെ സ്പിന്നിങ് മില്ലുകളുടെ ചരിത്രത്തിലേക്കൊന്ന് തിരിച്ചു പോയാൽ അവിടെ നടന്ന സമരങ്ങളുടെ എല്ലാം പല സമരം, ഒരു സ്പിന്നിങ് മില്ലിൽ തന്നെ നിരന്തരമായിട്ടുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഒരു സമരം തുടങ്ങും, 1 രൂപ കൂട്ടി വേതനം 1 രൂപ കൂട്ടണം.
മുതലാളിയുമായിട്ടൊരു ചർച്ച നടത്തിയിട്ട് പറയും ഒരു 50 കൂട്ടാം, 50 പൈസ കൂട്ടാം, അവനെ 10 പൈസ കൊടുത്താൽ മതി, ബാക്കി ഞങ്ങൾക്ക് തന്നേക്കൂ എന്നുള്ള രീതിയിലൊരു സമവായമുണ്ടാക്കും. അടുത്ത സമരത്തിൻ്റെ കാലത്ത് ഇത് കൂട്ടി അവസാനം ഇത് കൂട്ടുവാൻ യാതൊരു നിവൃത്തിയുമില്ലാത്തൊരവസ്ഥയിൽ മുതലാളി എത്തും. ഇനി ഒരു പൈസ പോലും കൂട്ടിക്കിട്ടില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് തൊഴിലാളിയും എത്തും. ഇടനിലക്കാരായി നിന്ന നേതാക്കൾ സമ്പന്നരിൽ നിന്ന് സമ്പന്നരായി മാറി, ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറിയായി മാറി, അവിടെ നിന്ന് മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ആയി മാറി, അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റ് ഗുണ്ടയായി തന്നെ തുടർന്ന് ഈ തൊഴിലാളി ചൂഷണം ഒരു സ്ഥിരം പ്രക്രിയയായി തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് സമരചരിത്രം. ഈ ധീരോജ്വലമായ സമരചരിത്രമുണ്ടല്ലോ, ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ നിന്ന് ഉദ്ഭവിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ ഹേമാർക്കറ്റ് അഫെയർ എന്ന് പറയുന്ന ഒരു പ്രതിഷേധം തുടങ്ങിയത് വളരെ ന്യായമായ ഒരു ആവശ്യത്തിൽ നിന്നായിരുന്നു. പക്ഷേ അതിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ ഈ നോയിഡയിലെ പ്രക്ഷോഭങ്ങൾക്കോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്കോ സമരങ്ങൾക്കോ ഇടയിൽ കടന്നുകൂടിയ ദേശവിരുദ്ധ ഘടകങ്ങളെപ്പോലെ ഈ ഹേമാർക്കറ്റ് അഫെയറിനെ ഉപയോഗിച്ച് മുന്നോട്ട് പോയത് ഇടതുപക്ഷ സംഘടനകളാണ്. അത് തന്നെയാണ് ഈ മെയ് ദിനത്തിൻ്റെ ഏറ്റവും വലിയ അപകടവും മെയ് ദിനം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പും. കേരളം സൂക്ഷിച്ചാൽ കേരളത്തിന് കൊള്ളാം, അല്ലെങ്കിൽ ബംഗാളിനെ പോലെ ഒരു അവസ്ഥയിലേക്ക്, ബംഗാൾ ഏതവസ്ഥയിലാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഭരണത്തിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോൾ ഇട്ടിട്ട് പോയത്, ആ ഒരവസ്ഥയിലേക്ക് കേരളം പോകുവാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ സംസ്ഥാനത്തിന് മുമ്പിൽ തെളിഞ്ഞു കിടപ്പുണ്ട്, ദൗർഭാഗ്യവശാൽ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവധി ആശംസകൾ, മെയ് ദിന ആശംസകളില്ല. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.